വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ചില പ്രമുഖ വ്യക്തികൾ അംഗത്വം എടുക്കുന്നുണ്ട്. അവരെ പരിചയപ്പെടുത്താനും അവരെ സ്വീകരിക്കാനുമായിട്ട് അവരെ പരിചയപ്പെടുത്തുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ അവർകളെയും അവരെ സ്വീകരിക്കാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജുവേട്ടനെയും ക്ഷണിക്കുന്നു. ഈ പത്രസമ്മേളനത്തിൽ രാജുവേട്ടനോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്തറ ശ്രീകുമാർ എന്നിവരും പങ്കെടുക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് പുതുതായി അംഗത്വം എടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അവരെ ഈ സന്ദർഭത്തിൽ ഇവിടേക്ക് പരിചയപ്പെടുത്തുകയും ആദരണീയനായ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച് അവരെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഡോക്ടർ ഷമീർ കെ മുഹമ്മദ്, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ കെ എം അബ്ദുൾ മജീദിന്റെ കുടുംബാംഗമാണ്. ഇന്ത്യൻ ഇലക്ട്രോണിക്സിൽ PhD നേടിയ അദ്ദേഹം ജയ്ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിന്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഈ സന്ദർഭത്തിൽ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മറ്റൊരാൾ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവും ഹരിപ്പാട് MLA-യുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെ കുടുംബാംഗത്തെ പോലെ പ്രവർത്തിച്ചിരുന്ന രമേശ് ചെന്നിത്തല ഹരിപ്പാട് എത്തുമ്പോൾ താമസിക്കാനും രാഷ്ട്രീയ ആസൂത്രണങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു വീട് ഹരിപ്പാട് ബാസി എന്നറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായിരുന്ന പ്രമുഖനായിട്ടുള്ള ഫോട്ടോഗ്രാഫറായിരുന്ന ഫാസിയേട്ടന്റെ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മകൻ കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ്. ഫോട്ടോഗ്രാഫർ അസോസിയേഷന്റെ ഭാരവാഹിയാണ്. അദ്ദേഹത്തെ ഹാർദമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, ശ്രീ ബാബുരാജിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. മറ്റൊരു ഹരിപ്പാട് സ്വദേശി ഷംനാസ് വേളങ്ങാട്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇപ്പോ കോൺഗ്രസിന്റെ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഷംസുദ്ദീൻ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവും കോൺഗ്രസിന്റെ മുൻ കൗൺസിലറുമാണ്. ശ്രീ ഷംനാസിനെ ഏറെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. മറ്റൊരു പ്രമുഖനായ വ്യക്തി അഡ്വക്കേറ്റ് പീറ്റർ സോളമൻ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എയർപോർട്ട് കോൺഗ്രസിന്റെ യൂണിയൻ പ്രസിഡന്റാണ്. 14 വർഷക്കാലമായി കോൺഗ്രസിൽ സജീവമായി വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് പീറ്റർ സോളമനെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഷാൾ അണിയിച്ച് സ്വീകരിക്കും. മറ്റൊരു പ്രമുഖനായ നേതാവ് കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അണ്ടൂർകോണം മണ്ഡലത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ വിവേക് PS കുമാർ, 28 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും നിരവധിയായിട്ടുള്ള ചുമതലകളും വഹിച്ചിരുന്ന ശ്രീ വിവേക് PS കുമാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ അർജുനെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്തു.
സന്ദർഭത്തിൽ ബഹുമാനായ ഡോക്ടർ ഷമീർ മുഹമ്മദ് ഒരു 2 വാക്ക് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇപ്പോ നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ട് നിൽക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ വളരെ ദുഃഖത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം, എന്ത് കാരണം കൊണ്ടാണോ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത്, നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, സ്പൈസസ് ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് കൊണ്ടുപോയി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു. അതിനെതിരെ പ്രവർത്തിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മളുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂത്തിന് ഒരു ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ യൂത്തിന് മുഴുവൻ പുറം രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോ ആ എക്സ്പ്ലോയിറ്റേഷൻ ഇന്നും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഏതുവിധേനയും ചെറുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ലൊരു നേതൃത്വം നമുക്ക് രാജ്യത്ത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് അതിനുള്ള എല്ലാവിധ ഒരു കഴിവും ആർജവും ഒരുപാട് സ്ട്രാറ്റജിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ പോളിസീസ് ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നതിന് പറ്റുന്ന നല്ലൊരു ടെക്നോക്രാറ്റും ഒരു ഓണ്ടർപ്രണറും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറിനും ആ പോളിസീസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പോ ആ നിലയിൽ രാജ്യപുരോഗതിയുടെ ഭാഗമായിട്ട് ഞാൻ അതിന് കാണുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ബിജെപിയുടെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ്, ആ ഒരു അറിവിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ പുരോഗതിയെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വഴിതിരിച്ചു വിടുന്ന രീതിയിലുള്ള പല മത മൗലികവാദങ്ങളും മറ്റുമൊക്കെയാണ് നടന്നു പോകുന്നത്. അതൊരിക്കലും നമുക്ക് ഗുണകരമല്ല. അപ്പോ ഈ തീവ്രവാദം കൊണ്ടോ അല്ലെങ്കിൽ മതമൗലികവാദം കൊണ്ടോ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതൊരിക്കലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്തതായിട്ട് ആരും അംഗീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചരിത്രം എടുത്തു നോക്കിയാലോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും ഗുണകരമല്ല. പിന്നെ ഇവിടുത്തെ ഒരു മതേതരത്വം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഒരിക്കലും മത മൗലികവാദികളാവരുത്. മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ സെക്യുലറിസം കൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. അത് ആ രീതിയിൽ തന്നെ എല്ലാവിധ സപ്പോർട്ടും രാജീവ് ചന്ദ്രശേഖരൻ സാറിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടിയുറച്ച് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ കേരള ഹൈക്കോർട്ട് ശബരിമല കേസിനെ കുറിച്ച് പറയുമ്പോൾ അവര് ഒരു ലാർജർ കോൺസ്പിറസിനെ കുറിച്ച് ഹൈക്കോർട്ട് പറഞ്ഞു. SITക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. ഇത് ആദ്യം മുതൽ BJP പറഞ്ഞ കാര്യം. 4.5 കിലോ സ്വർണം കൊള്ള ചെയ്ത് ദേവസ്വം ബോർഡ്, ഇതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. അതൊരു വീഴ്ചയല്ല, അതൊരു കൊള്ളയാണ്, ഒരു ക്രൈമാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഹൈക്കോർട്ട് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടി ഇറങ്ങി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ RSSും BJPയും ശബരിമലയും അവരെ കുറിച്ച് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ശ്രദ്ധ തിരിക്കാനാണ്. ഇതുവരെ മുഖ്യമന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ള, അതിനെക്കുറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാസവൻ മിനിസ്റ്ററുടെ രാജി, ദേവസ്വം ബോർഡിന്റെ റെസൊല്യൂഷൻ, ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. പക്ഷേ ആ ഒരു പഴയ രീതി
ജനങ്ങളെ വിഭജിച്ച് നുണയും പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. 10 കൊല്ലം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. ജനങ്ങളുടെ വോട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ്. ജനങ്ങളുടെ വിശ്വാസം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ്. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? നാട്ടില് അനാസ്ഥ, അഴിമതി, ആരെയും വിടുന്നില്ല. അമ്പലത്തിന് വിടുന്നില്ല, ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് വിടുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ 10 കൊല്ലം എന്ത് ചെയ്തു, വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്തു, ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്തു, ഇക്കോണമിയിൽ എന്ത് ചെയ്തു, വിലക്കയറ്റത്തിനെ കുറിച്ച് എന്ത് ചെയ്തു, തൊഴിലിനെ കുറിച്ച് എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. CPM രാഷ്ട്രീയം തുടങ്ങിയത് വർഗ സംഘർഷം, ക്ലാസ് വാറിന്റെ പേരിലായിരുന്നു CPM. ഇനിയിപ്പോ മുഖ്യമന്ത്രി അതെല്ലാം വിട്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കാനും ഈ നുണ പറഞ്ഞ് പ്രചരണം ചെയ്ത് ജനങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിന് കാലം കഴിഞ്ഞു. 10 കൊല്ലം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം കൊടുത്തത് ഇതായിരുന്നു, എല്ലാം ശരിയാവും. എന്നിട്ട് ഞാൻ ഇത് 1, 2, 3, 4, 5 കാര്യങ്ങൾ ചെയ്തു. ഇതൊന്നും പറയുന്നില്ല. അപ്പൊ BJP ഇത് ഈ ശ്രദ്ധ തിരിക്കാനും ഈ നുണയുടെ രാഷ്ട്രീയം സൃഷ്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. വാസവൻ മന്ത്രി രാജിവെക്കണം. വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ ഇതൊരു നിവേദനം അയച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിന്റെ കോൺസ്പിറസി എക്സ്പോസ് ചെയ്യണം. ഇത് ശബരിമലയിൽ മാത്രമല്ല, ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം 25 കോടി മിസ്സിംഗ് ആണെന്ന്. അപ്പോ ഇത് ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി ആണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഈ ഒരു വർഗീയ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇനി നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വാസവൻ രാജിവെക്കണം. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ 30 കൊല്ലം ദേവസ്വം ബോർഡ് എന്ത് തെറ്റ് ചെയ്തു ചെയ്തില്ല അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇത് നടന്നേ പറ്റൂ. ഇത് ഞങ്ങളല്ല പറയുന്നത്, ജനങ്ങൾ, സാധാരണ ജനങ്ങൾ. ഞാൻ എവിടെ പോകുമ്പോ എന്നെ കൈ പിടിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾ ഇത് വിടാൻ പാടില്ല, BJP ഇത് വിടരുത്. ഈ ഇങ്ങനത്തെ ഒരു കൊള്ള, ഇതിന്റെ ഒരു ഉത്തരവാദിത്തം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട്, ഈ വർഗീയവാദി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഞാന് 19 തവണ ശബരിമല പോയ ആളാ. ഞാൻ അയ്യപ്പൻ അവിടെ പോയി 18 പടി കയറി അവിടെ ഞാൻ നാമം ചൊല്ലിയിട്ടുണ്ട്. ബാബര സമാജത്തിന് മുമ്പ് പോയിട്ട് അവിടെ നാമം ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് വെറുതെ ജനങ്ങളെ വെട്ടിയാക്കുന്നത്? ഈ വർഗീയവാദി വിഷം എന്തിനാണ് മുഖ്യമന്ത്രി സ്പ്രെഡ് ചെയ്യുന്നത്? ഈ ഇലക്ഷന്റെ സമയത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ വോട്ട് നേടി നിങ്ങൾ ഈ 10 കൊല്ലം എന്ത് ചെയ്തു, അതിന് ധൈര്യം ഉണ്ടാവണം. ഇനി ചോദിക്കാൻ കുറേയുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കൊള്ള നടക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ മാത്രം? എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂൾസിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി? എന്തുകൊണ്ട് മുനമ്പം ക്രിസ്ത്യനും ഹിന്ദു സമുദായം അവരുടെ ഭൂമി അവകാശം കോർട്ടിന്റെ വിധി വന്നിട്ടും
ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യില്ല സർക്കാർ. ഇങ്ങനത്തെ എത്രയോ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രി അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ അവസാനം ഞാൻ പറയുന്നത്, ഈ നാടിന്റെ സമാധാനവും മതേതരവും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കോൺഗ്രസും ലെഫ്റ്റ് അല്ല. ഇവിടെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദു മലയാളീസ് അറിയാം, ഇവിടെ ഭരണഘടനയുണ്ട്. നമ്മുടെ നാട്ടിലെ മലയാളികൾ, ദേശസ്നേഹിയായ മലയാളികൾ തീരുമാനിക്കും ഞങ്ങളുടെ ഭാവി എന്താണ്. ഇത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഞാൻ കൃത്യമായി ഒരു ഉറപ്പ് തരുന്നു. അത് പിണറായി വിജയൻ ജി എന്ത് കസരത്ത് ചെയ്താലും, രാഹുൽ ഗാന്ധി ഏത് കസരത്ത് ചെയ്താലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. നാടിന്റെ മലയാളികൾ, ദേശസ്നേഹിയായ മലയാളികൾ, നാടിന് ഇഷ്ടമുള്ള വളർച്ച, നാടിന് വളർച്ച ആഗ്രഹിക്കുന്ന മലയാളികളാണ് നമ്മൾ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോ ഇങ്ങനത്തെ രാഷ്ട്രീയം നിർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയോട്. ഈ ശബരിമല കൊള്ള നടന്നതിൽ വാസവൻ മന്ത്രിയുടെ രാജി ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്, ജനങ്ങളുടെ നിർബന്ധമാണ്. വാക്ക് ചേർക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം അതിന്റെ കൂട്ടത്തില് ചോദിക്കുന്നവർ ഒന്ന് പേരും മാധ്യമ സ്ഥാപനത്തിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് നന്നായിരിക്കും. കൂട്ടിച്ചേർക്കും. അഡ്വക്കേറ്റ് സുരേഷ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് കുറച്ച് നാളുകളായിട്ട് BJP കേരളത്തിൽ ശക്തമായിട്ടുള്ള സമരരംഗത്താണ്. കേരളത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വാസവൻ മന്ത്രിയുടെ വസതിയിലേക്കും അതോടൊപ്പം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വസതിയിലേക്കും ഒക്കെ നടത്തിയ മാർച്ചുകൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മഹിളകളും യുവാക്കളും പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് മാർച്ചും കേരളത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു. അതിനെ തുടർന്ന് ഈ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി വാസവൻ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 30 വർഷത്തെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്ന 24-25 തീയതികളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുകയാണ്. 24-ാം തീയതി വൈകിട്ട് ആരംഭിക്കുന്ന ഉപരോധം 25-ാം തീയതി പകൽ ഉടനീളം നീണ്ടുനിൽക്കും. 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം 24-ാം തീയതി വൈകിട്ട് തുടങ്ങി 25-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉപരോധം. അതിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ സംഘടനാ മണ്ഡലങ്ങളിൽ 280 കേന്ദ്രങ്ങളിൽ NDAയുടെ നേതൃത്വത്തിൽ ഈ ശബരിമലയിലെ കൊള്ളയ്ക്കെതിരായിട്ടുള്ള കഴിഞ്ഞ 30 വർഷം UDFും LDFും ചേർന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സായാഹ്ന ധർണയും പൊതുസമ്മേളനങ്ങളും 23-ാം തീയതി മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ നടത്താനും അറിയിച്ചിരുന്നു. ഈ വിവരം അറിയിച്ചുള്ളൂ. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അല്ല, അവർക്ക് വേറെന്താ പറയാനുള്ളത്? ഇന്ത്യ അലയൻസിന്റെ 2 ഭാഗമായിട്ട് ആരാണ്? കോൺഗ്രസ് CPM അല്ലേ? ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്റ്റേറ്റിലും ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുന്ന ആരാണ്? കോൺഗ്രസ് CPM അല്ലേ? ഇവര് രണ്ടാളുടെയും അഴിമതിയും കറപ്ഷനെല്ലാം ആരാണ് ഒരു പാർട്ട്നേഴ്സ്? കർണാടകയിലെ കോൺഗ്രസ് 40 അവര് MLA വീട്ടിൽ നിന്ന് പിടിക്കുന്നു. ഇവിടെ 4.5 kg സ്വർണം, 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നു. ഇതിൽ ഐഡിയോളജിക്കലിയും അവരുടെ കാഴ്ചപ്പാടിലും ഇതിലെല്ലാം ഒരു രാഷ്ട്രീയങ്ങളാണ് കോൺഗ്രസും ലെഫ്റ്റ്. ഇത് ഇലക്ഷന്റെ മുമ്പിൽ ഓരോന്നും ഇങ്ങനെ ജനങ്ങൾ ഒടിയാക്കാൻ ഒരു ശ്രമമല്ലേ? അത് നടക്കില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കോൺഗ്രസ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് എന്തിനാണ് ഇങ്ങനെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്?
ജനങ്ങൾക്ക് അറിയാം. അങ്ങനെ പൊട്ടന്മാരാണെന്ന് കാണേണ്ട ആവശ്യമില്ല, കരുതുന്ന ആവശ്യമില്ല. കോൺഗ്രസും CPM-ഉം ഐഡിയോളജിക്കൽ ട്വിൻസ് ആണെന്ന് ഇവിടെ ഈ നാട്ടിൽ, ഈ രാജ്യത്തിൽ ആർക്കൊരു സംശയമുണ്ടോ? ഒരു വശത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ, CPM എന്താണ് കാഴ്ചപ്പാട്? വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ അല്ലേ? ആ വശത്ത് അവരുടെ കുടുംബം അഴിമതി. ഇവിടെ എന്താണ് ചെയ്യുന്നത് CPM? ഇതിൽ എന്താണ് വ്യത്യാസം? CPM കോൺഗ്രസിന്റെ ഒരു ആണ്, ഇന്ത്യ അലയൻസിന്റെ ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഇന്ത്യ അലയൻസിന്റെ ഭാഗമായത്? ഒരു ഐഡിയോളജിക്കലി ഒരു അലൈൻഡ് കാഴ്ചപ്പാടാണ്, അതുകൊണ്ടല്ലേ. എന്നിട്ട് ഞങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ ഐഡിയോളജിയും കാഴ്ചപ്പാടും എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പ്രധാനമന്ത്രി ചെയ്ത 10 കൊല്ലം 15 കൊല്ലം ഞങ്ങൾ ചെയ്ത ഭരണവും ഞങ്ങളുടെ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാം. അതിലും CPM എന്തായിരിക്കും ഒരു കൺവെർജൻസ്? അല്ല, ഒന്ന് വിചാരിക്കൂ. ശരി, ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോ ഇതൊരു എന്താണ്, കോമഡി ചാനലാണോ? ഇവര് കോമഡി സ്റ്റാർസ് ആണോ? എത്രയോ കോൺഗ്രസ് സ്റ്റേറ്റ് PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്ത അത് KC വേണുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം ജനങ്ങളെ, ഞാൻ പറയല്, ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു കാൽക്കുലേഷൻ എന്താണ്? 10 കൊല്ലം കുത്തിയിരുന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് 10 കൊല്ലം ഇലക്ഷന് മുമ്പ് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വെട്ടിയാക്കുക. അതുവരെ നടന്നിട്ടുണ്ടാവും, ഇനി നടക്കില്ല. PM ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദിജി 2020 അവതരിപ്പിച്ചൊരു പോളിസിയാണ്. ആരെങ്കിലും ആ പോളിസി പഠിച്ചാൽ എല്ലാവരും, ആ പഠിച്ച ആൾക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വേണ്ടി എംപവർമെന്റിന്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു. ഇവിടെ പെറ്റി പോളിസീസ് കൊണ്ട് അവിടെ ചവിട്ടി വെച്ചു. ഇനി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് മനസ്സിലാവുന്നത്? ഈ ഇലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു ഇഷ്യൂ ആണ്. ഈ വരുന്ന ഇലക്ഷനിൽ കുട്ടികളുടെ പേരൻസ് ചോദിക്കുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഈ പാനിക്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റിംഗ് ഇഷ്യൂസ് ആണ്. അപ്പോ പെട്ടെന്നൊരു ഒരു എമർജൻസി അപ്രോച്ചാണ് ലെഫ്റ്റ് ചെയ്യുന്നത്. അപ്പോ അതിനെക്കുറിച്ച് KC വേണുഗോപാൽജിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല. അവർ പിന്നെ എഡ്യൂക്കേഷൻ അവർക്ക് വലിയ പ്രയോറിറ്റി ഒന്നും അല്ലല്ലോ. എന്തോ അല്ല, അത് ഞാൻ പറയില്ലേ, ന്യായീകരിക്കാൻ ഞാൻ എന്തും പറയാൻ എനിക്ക് കഴിയല്ലോ. അതിപ്പോ 9 കൊല്ലം ഞാൻ ചെയ്തില്ല, 9ാമത്തെ കൊല്ലം എനിക്കൊരു വളരെ ഒരു ഫ്ലാഷ്, ഒരു ബെലേറ്റഡ് വിസ്ഡം വരുന്നു. അത് അവർ ന്യായീകരിക്കുന്നത് എനിക്ക് കാശ് വേണം, അതുകൊണ്ട് PM ശ്രീ സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പക്ഷെ PM ശ്രീ സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ആവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാത്തത്? നോക്കൂ, ഇതിനെല്ലാം ഒരു ശരി, അതൊരു അവകാശമാണ്, എന്തെങ്കിലും പറയാൻ ഓക്കെ പറയട്ടെ. പക്ഷെ നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത് ഇതിൽ നിങ്ങൾ കുറച്ച് പഠിക്കണം. ഇത് എന്തുകൊണ്ട് അവര് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തില്ല? എന്താണ് 4 മാസം ഇലക്ഷന് മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഈ 4 മാസം എന്താണ് ചെയ്യാൻ പോകുന്നത്? 1,000 കോടി കിട്ടിയെന്ന് വിചാരിക്കൂ, എന്ത് ചെയ്യും? 75% സ്കൂള്, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു 75% ഗവൺമെന്റ് സ്കൂള് അൺസേഫ് ആണെന്ന്. ഞാനല്ല പറഞ്ഞു, ഗവൺമെന്റ്, നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ കോളേജസിൽ 30% സീറ്റ് വേക്കന്റ് ആണെന്ന്. 9 കൊല്ലം ഇതിനൊന്നും ചെയ്യാൻ കഴിവുണ്ടായതല്ലേ? പെട്ടെന്നാണോ ഇപ്പോ കാശിന്റെ ഒരു ഓർമ്മ? അല്ല, ഇതെല്ലാം നോക്കൂ, ഞാൻ ഇതിലെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ജനങ്ങൾ വെഡ്ഡിയാണെന്ന് വിചാരിക്കേണ്ട ഒരു രീതി മാറ്റണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ആരെ? ലെഫ്റ്റിനോട്.
അല്ല, 30% സീറ്റ് വേക്കന്റാണ്. കോളേജസിൽ വയലൻസ് ഉണ്ട്, കോളേജസിൽ ലഹരിയുണ്ട്, കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നു. ഇത് നിങ്ങൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ സക്സസ് ആയിട്ട് കാണുന്നില്ല. ഈ പൊതുവിൽ ഞാൻ ഇപ്പൊ പറയുന്നത്, കഴിഞ്ഞ 10 കൊല്ലം ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്തു? 1960 എന്ത് നടന്നു അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോ 2016 മുതൽ 2026 വരെ അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അത് ശിവൻകുട്ടിയല്ലേ പറഞ്ഞത്, മന്ത്രി ശിവൻകുട്ടിയല്ലേ പറഞ്ഞത് 75% സ്കൂൾ അൺസേഫ് ആണെന്ന്. എന്താണ് അതില് നിങ്ങൾക്കൊരു പ്രോബ്ലം കാണുന്നില്ല? എനിക്ക് കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിലൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ആയിട്ട് കണ്ടാൽ മതി. അവരെല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് എന്തൊക്കെയാണ് അവർ പ്രോമിസസ് കൊടുത്തത് അദ്ദേഹം ഒക്കെ അതിലൊരു ഓപ്പൺ ഡിബേറ്റ് ഇതുവരെ BJP കോൺഗ്രസ് തയ്യാറായിട്ടില്ല. എന്താ പറയുക, ഒപ്പോസ് ചെയ്യാൻ ഞാൻ കൃത്യമായി പറയട്ടെ. ഞാൻ വികസനത്തിനെ കുറിച്ച്, വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, ആരോഗ്യ മേഖലയെ കുറിച്ച്, വിലക്കയറ്റത്തെ കുറിച്ച്, തൊഴിലില്ലായ്മയെ കുറിച്ച് ഏത് സമയം എവിടെ വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് അങ്ങനെ ആരും എന്നെ ഇൻവൈറ്റും ചെയ്തിട്ടില്ല, BJP ഇൻവൈറ്റും ചെയ്തിട്ടില്ല ഡിബേറ്റിന്. ആരാന്ന് പരിചയപ്പെടുത്തിയിട്ട് വേണേ, പേരും ചാനലിന്റെ പേരും. ഏത് ചാനല? അല്ല, ഇത് പത്രസമ്മേളനമാണ് ചേട്ടാ. ഒന്ന് പത്രക്കാരുടെ ചോദ്യം കഴിഞ്ഞു. മറ്റാരെങ്കിലും ചോദിക്കാൻ? ശരി, ഓക്കെ. എല്ലാം പറയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ എന്ത് സ്ഥലം അത് കഴിയാൻ മനസ്സിലാവില്ല. പക്ഷേ ഇത്രയും സ്വർണം പുറത്തു ഇന്നലെ ഞങ്ങള് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതിനെ കണ്ടപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങള് രാഷ്ട്രപതിനെ കണ്ടപ്പോൾ ഞങ്ങളൊരു നിവേദനം കൊടുത്തു, ഇതിനെക്കുറിച്ച് സംസാരിച്ചു, ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോ രാഷ്ട്രപതിയും ഇതന്നെ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത്ര സ്വർണവും ഇതെല്ലാം ഉള്ള ഒരു അമ്പലം, റൂൾസ് എല്ലാം ഉള്ള സംവിധാനം, എങ്ങനെയാണ് ഈ സ്വർണം കൊള്ളാവുന്നത്? ഇത് കറക്റ്റ് നല്ലൊരു പ്രശ്നമാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് എന്താണ്, ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഇത് സെൻട്രൽ ഏജൻസി നടത്തണം. കേരള പോലീസിന് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് ജഡ്ജും ജൂരിയും ക്രിമിനലിനെ ഒരാളാക്കി മാറ്റുന്ന ഒരു കാര്യമായിരിക്കും. കേരള പോലീസല്ലേ അവിടെ സെക്യൂരിറ്റി ചെയ്യേണ്ടത്, ദേവസ്വം ബോർഡല്ലേ അതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്, ദേവസ്വം മന്ത്രിയല്ലേ ഇതിന്റെ ചുമതല എടുക്കേണ്ടത്. അപ്പൊ ഇവരോട് ചോദിച്ചാൽ എന്ത് പറയും? ഒന്നും നടന്നില്ല എന്ന് പറയും. എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? വീഴ്ചയാണെന്ന്. 4.5 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇത് വീഴ്ചയാണെന്ന്. ആരെ ഇൻഫ്ലുവൻസ് ചെയ്യണ പറയുന്നത്? പോലീസിനല്ലേ, ജുഡീഷ്യറി ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കല്ലേ? വീഴ്ചയാണോ? 4.5 kg 4.5 കിലോ സ്വർണം ഒരു അമ്പലത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയാൽ അത് വീഴ്ചയാണോ? ഇത് ഏത് മലയാളിയാണ് ഈ നാട്ടിൽ പറയാൻ പോകുന്നത്? തയ്യാറാണ്? വീഴ്ചയല്ല, ഇത് കൊള്ളയാണ്, ക്രൈമാണ്. അതുകൊണ്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് അല്ല, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഏജൻസിയാണ്. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡ് മൊത്തം, ഗുരുവായൂര്, ശബരിമല, എല്ലാ അമ്പലത്തിന്റെ ഇൻവെന്ററിയും ഓഡിറ്റും എത്ര കൊല്ലമായിട്ട് നടന്നിട്ടില്ല. എന്ത് കാരണം? എന്തായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി ചെയ്യുന്നത്? എന്തായിരുന്നു ദേവസ്വം ബോർഡ് ചെയർമാൻ ചെയ്യുന്നത്? ഇതെല്ലാം ചോദിക്കണ്ടേ? ഇത് ചോദിക്കാൻ നമ്മുടെ അവകാശമില്ല, ഒരു സാധാരണക്കാരന് അവകാശമില്ലേ? എന്നിട്ട് ഇത് പറയുമ്പോ ഇത് വീഴ്ചയാണ്, വർഗീയവാദിയാണ്, ശബരിമല പോയാൽ ഞാൻ നമസ്കരിക്കില്ല, ഇതാണോ പറയേണ്ടത്? അല്ല, എന്റെ ഇത് ഫേവറേറ്റ് ഡയലോഗ് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാ. ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. BJP സമരം ഏറ്റെടുക്കുന്നതിൽ വൈകി എന്ന് തോന്നുന്നുണ്ടോ? കാരണം കോൺഗ്രസും ഒത്തിരി മുന്നോട്ട് പോയി
റേസാണ്. നോക്കൂ, ഞങ്ങളുടെ വാല്യൂസും അല്ല, നോക്കി, ഞാനാണ് ആദ്യം ഇത് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആര് ഫോളോ ചെയ്തു അതെല്ലാം വിടും. ഇത് ഞങ്ങൾ റേസ് ആയിട്ട് കാണുന്നില്ല, ഒരു പൊളിറ്റിക്കൽ വൺ മാൻ അപ്ഷിപ്പ് ആയിട്ട് കാണുന്നില്ല, ഞങ്ങളിതൊരു അവസരവാദ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് ഇത് വിശ്വാസത്തിന്റെ ഒരു ഇഷ്യൂ ആണ്, ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഇഷ്യൂ ആണ്, വിശ്വാസികളെ ദ്രോഹിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിലെന്ത് റേസ്? ഇത് 100 മീറ്റർ റേസ് ആണോ? റേസ് അവരാദ്യം ചെയ്തു, ഞങ്ങൾ രണ്ടാമത് ചെയ്തു. ഇതോട്ടെ, അയ്യപ്പൻ സംഗമം സർക്കാരല്ല നടത്തിയത്, അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടിയോ? ജനങ്ങൾ ഇവിടെ നോക്കൂ, വിശ്വാസം എന്ന് പറഞ്ഞാൽ, ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ഏത് ഗിമ്മിക്കും ഏത് നാടകം നടത്തിയാലും അതൊന്നും നടക്കാൻ പോകുന്ന ആ കാലം കഴിഞ്ഞു. അത് KC വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പിണറായി വിജയനോ ഏത് ഇവിടുത്തെ നേതാവായിട്ട് ഇവിടെ നാടകം ചെയ്യാൻ നോക്കിയാൽ അതിന് ജനങ്ങൾ മാറ്റിവെക്കും. ഒരു ജോയിനിങ് കൂടി ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷാജിക്ക് അയച്ച ലെറ്ററിന്റെ കോപ്പിയും കൂടി, ശബരിമല വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് അയച്ച ലെറ്ററിന്റെ കോപ്പി ഇപ്പോൾ എല്ലാവർക്കും തരുന്നതാവും. വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടി ഈ സന്ദർഭത്തിൽ BJPയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ശ്രീ ബിജുലാൽ പെരുമ്പേലി, അടൂർ പ്രകാശ് MPയുടെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കോർഡിനേറ്ററുമായിരുന്നു. കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും മണ്ഡലം പ്രസിഡന്റ് DC സെക്രട്ടറി എന്ന ചുമതലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീ ബിജുലാലിനെ ഏറെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്തു. രണ്ട് വ്യക്തിത്വങ്ങളോടുകൂടി, ഒന്ന് ശ്രീ പ്രഭാഷ്, കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റാണ്. മറ്റൊരു വ്യക്തിത്വം ശ്രീ സിന്ധുരാജ്, CPMന്റെ KT കുന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. സിന്ധുരാജ്. എല്ലാവർക്കും നമസ്കാരം.